ഞാനിപ്പോ പോകുന്നത് പാലാഴി ഷട്ടർകം ബ്രിഡ്ജിന്റെ അടുത്താണ് കേട്ടോ. ചേച്ചി പാലാഴി ഷട്ടർകം ബ്രിഡ്ജ് ഞാൻ നിങ്ങൾക്ക് ഒരു കിട്ടുന്ന സ്പോട്ട് കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനെ ചോദിച്ചു പോവാം. ഇവിടെ തെയ്യം ഇല്ല സ്ഥലമല്ലേ, ഒരു ദ്വീപിന്റെ നടുക്ക്. ചോദിച്ചു റോഡ് അവസാനിക്കുന്നത് ഒരു പുഴയുടെ അടുത്താണ്. ആ കടവിലൊരു തോണി, ദ്വീപിലേക്ക് പോകാൻ ഒരു പാലം. ഉത്സവം തുടങ്ങുന്ന സമയത്താണ് കേട്ടോ ഈ പാലം ഉണ്ടാക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ തേങ്ങ ഒരിക്കല്. ഈ കാണുന്നതാണ് ശ്രീ പാലായി മട്ടുമ്മൽ തറവാട്. ഞാൻ പോയ സമയം എന്ന് വെച്ചാൽ തെയ്യം തുടങ്ങുന്നതിന്റെ തലേദിവസമാണ്. കയ്യൂരിലെ അജയ് എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ വന്ന സമയം തന്നെ വേറെ തറവാട്ടുകാര് തെയ്യം ക്ഷണിക്കാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും സിനിമയെല്ലാം കാണുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഇത്. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കണക്ട് ആയത് ഇവനാണ് കേട്ടോ. നമ്മളെ ചിരിയിലാണ് നമ്മളെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പോലെ. നല്ലൊരു ചിരി കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചും അതേപോലത്തെ നല്ലൊരു ചിരി കിട്ടും. ഇവിടെ എല്ലാവരും ചിരിച്ച മുഖാന്ന് കേട്ടോ ഞാൻ കണ്ടത്. ഇവിടുത്തെ വൈകുന്നേരത്തെ വ്യൂവും രാത്രിയിലെ ആകാശ വ്യൂവും തെയ്യ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഞാനിപ്പോ പോകുന്നത് പാലായി എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക്. പാലായി ശ്രീ മാട്ടുമ്മൽ തറവാട്ടിലേക്ക് 3 വർഷത്തിന് ശേഷമാണ് ഇവിടെ തെയ്യം കെട്ടിയാടുന്നത്. തെയ്യം കാണാൻ വേണ്ടി പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഈ ദ്വീപിലേക്ക് പോയി തറവാട്ടിൽ നിന്ന് തെയ്യം കാണുന്ന വൈബ് വേറെ തന്നെയായിരുന്നു. ഈ തറവാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പാലം കെട്ടിയിട്ടുണ്ട്. തറവാട്ടിൽ നടക്കുന്ന തെയ്യമായതുകൊണ്ട് തന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നു. ഈ അമ്മമ്മക്കെല്ലാം ഒരു ദിവസത്തെ പരിചയമില്ലൂട്ടായിരുന്നു. അങ്ങനെ അവരോടെല്ലാം കുറച്ചു നേരം സംസാരിച്ചിട്ട് തെയ്യം തുടങ്ങൽ ചടങ്ങിനായിട്ട് കാത്തു നിന്നു. ഇവിടുത്തെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ എല്ലാവരും പണിയെടുക്കുന്നുണ്ട്. അതിൽ ഞാൻ മാത്രമേ ഫോണും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ കാണുന്ന പച്ചപ്പാളാണ്ട ഇതെല്ലാം തെയ്യത്തിന്റെ മുടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇവിടുത്തെ വൈകുന്നേരം അടിപൊളിയാണ്. ആ ഒരു ആംബിയൻസും ആ ഒരു തണുത്ത കാറ്റും ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു ഫീലാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ തോണി കയറുന്നത്. ആ ക്രെഡിറ്റ് ഈ നാട്ടുകാരനായ വിജയ് ചേട്ടനാണ്. ചന്താട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളുമായിട്ട് വരുന്നു കേട്ടോ. ഹെൽപ്പ് ചെയ്തുകൂടെ എന്ന് ചോദിക്കണ്ട, ഞാൻ ചെയ്തതിന് കേട്ടോ. നേരത്തെ കണ്ട പച്ചപ്പാളയാണ് കേട്ടോ ഇത്. സമയം ഏകദേശം രാത്രിയായി. ഇനി തോറ്റമ്പുറപ്പാടാണ് കാലിച്ചന്തയത്തിൻ്റെ പുറപ്പാട്. അത് കാണാൻ നല്ല ആഗ്രഹം ഉണ്ടെങ്കിലും എനിക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല. എൻ്റെ സ്വന്തം തറവാട്ടിൽ ഉത്സവമാണ്. അങ്ങനെ ഞാൻ അവിടുത്തെ അമ്മമ്മേനോടുള്ള യാത്ര പറഞ്ഞിറങ്ങി. എന്നാലും എൻ്റെ മനസ്സിൽ തന്നെയായിരുന്നു കേട്ടോ. ഈ ദ്വീപിലേക്ക് വരാനുള്ള പാലം ഉത്സവമായതുകൊണ്ട് മാത്രം കിട്ടിയാന്ന് കേട്ടോ. വെള്ളത്തിലൂടെ രാത്രി തെയ്യം കാണാന്ന് വെച്ച്, പക്ഷെ നമ്മൾ എത്താൻ ലേറ്റായതുകൊണ്ട് രാത്രി തെയ്യം മിസ്സായി. അങ്ങനെ രാവിലത്തെ വ്യൂ കാണാന്ന് വെച്ച് കാറിൽ തന്നെ കിടന്നുറങ്ങി. ഇവിടുത്തെ മോർണിംഗ് വൈബ് ഒരു രക്ഷയില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞാലും വിജയ് ചേട്ടനെത്തി. നേരെ നമ്മൾ വിജയ് ചേട്ടൻ്റെ കൂടെ. നമ്മൾ ലോങ് ടൂർ പോകുന്നതിന് മുമ്പ് ഇവിടെ നാട്ടിൽ തന്നെ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയ. വിജയ് ചേട്ടൻ കെട്ടിയ തോണിയിൽ അയക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഗോൾഡൻ ലൈറ്റിൽ തോണിയിൽ പോകുന്ന വ്യൂ ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ. തോണി പോകുമ്പം ലൈറ്റായിട്ട് കേൾക്കുന്ന ഭക്തി ഗാനം. ഈ കാണുന്ന പുഴയാണ് തേജസ്വിനി പുഴ. ഈ സൈഡ് ഉപ്പുവെള്ളമാണ് കേട്ടോ. ഈ കാണുന്നതാണ് പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അടിവശം. വള്ളംകളിന്റെ പ്രാക്ടീസിന്റെ സമയത്ത് ആ കാണുന്ന ഭാഗത്ത് വെള്ളം മുങ്ങിയിട്ടുണ്ടായിരുന്നു പണ്ട്. ഇതിന്റെ അപ്പുറം ശുദ്ധജലം, ഇപ്പുറം ഉപ്പുവെള്ളം. പിന്നെ നമ്മൾ നേരെ പോയത് വിജയ് ചേട്ടന്റെ വീട്ടിലേക്കാണ് കേട്ടോ. തെയ്യത്തിന് പോകുന്നില്ലേ ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്നത്. ആള് മാവിന്റെ വലിയ മാവാന്നല്ല, വലിയ മാവിന് 2 മാവിന്റെ കിട്ടി. ഇവൻ ജിതിൻ എന്റെ കസിൻ ബ്രദർ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടേ രാവിലത്തെ വ്യൂ അടിപൊളിയാണ്. ഇപ്പോൾ ഉള്ളാന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഞാൻ ഈ ഓല പറിച്ചിരുന്നത് നാവ് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആളെ കഥയെല്ലാം നമ്മളോട് പറഞ്ഞു. ആൾ അത്യാവശ്യം യാത്രയിൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. സ്കൂളിൽ കൊണ്ടാക്കാൻ പോവാന്ന് കേട്ടത്. ഇങ്ങനെയാണ് വീട് തിരച്ചു വെക്കല്. നിർബന്ധിച്ച് രാവിലെ തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് തന്നെയാണ് കുളിച്ച് ഫ്രഷ് ആവുകയും ചെയ്തത്. ഈ അമ്പല പിള്ളേർ കെട്ടിയതാണ് കേട്ടോ. പിന്നെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു മീൻ കൃഷി നടത്തുന്ന സ്ഥലത്തേക്കാണ്. ഈ കാണുന്നത് മീൻ കൃഷിയാണ് കേട്ടോ. ആ തെയ്യം നടക്കുന്ന ദ്വീപാണ് കേട്ടോ അപ്പുറ സൈഡ് കാണുന്നത്. നെല്ല് പൂങ്ങിട്ട് ഇനി മില്ല് കൊണ്ടുപോയി കുത്തിയിട്ട് അരിയാക്കാൻ വേണ്ടി കൊണ്ടുവന്നു കേട്ടോ. അരിയാക്കാൻ വേണ്ടിട്ടല്ലേ. ഇതുകൂടി ഞാൻ ഈ തറവാട്ടിൽ വരുന്നത് 3ാമത്തെ തവണയാണ് കേട്ടോ. പാലായി ഗ്രാമത്തിനെ പറ്റിയിട്ടും ഈ തറവാട്ടിനെ കുറിച്ചിട്ടും ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാലായി എന്ന് പറഞ്ഞ ഗ്രാമം, അവിടെ അടുത്തൊരു ദ്വീപ്.
ആ ദ്വീപിലൊരു തറവാട്. ആ തറവാട്ടിലും 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന തെയ്യം. ആ ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ട് മാത്രം കെട്ടിയൊരു പാലം. ഞാൻ പോയ സമയത്ത് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉണ്ടായിട്ടില്ല. ഇവരെല്ലാം ഒരു ദിവസം കൊണ്ട് കൂട്ടായതാണ് കേട്ടോ. ഈ അമ്മമ്മേനോട് സംസാരിക്കുന്ന സമയത്ത് എന്റെ അമ്മമ്മേനെ തന്നെ എനിക്ക് ഓർമ്മ വന്നത്. വീഡിയോ എടുക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവേണ്ട വെച്ചിട്ട് ഞാനൊരു കസേര വിട്ടു. പിന്നെ എന്റെ അസിസ്റ്റന്റ് ഈ ചേച്ചിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഈ നാടും ആൾക്കാരായിട്ട് നല്ലോണം കണക്ട് ആവാൻ വേണ്ടി പറ്റും. അത് ശരിക്കും എനിക്ക് വാക്കുകളിലൂടെ അല്ലെങ്കിൽ വിഷ്വൽസിലൂടെ പറഞ്ഞുതരാൻ വേണ്ടി പറ്റുന്നൊന്നല്ല. ശരിക്കും ഈ ഒരു ദിവസം വേഗം കഴിഞ്ഞു പോലെ എന്ന് ആഗ്രഹിച്ചൊരു നിമിഷം കൂടിയായിരുന്നു. രാവിലെ തന്നെ പാതാർക്കുളങ്ങര ഭഗവതിയാണ് കെട്ടിയാടുന്നത്. ഈ തെയ്യക്കോലങ്ങൾക്ക് പുറകിലെല്ലാം ഒരു കഥയും ഉണ്ട് കേട്ടോ. തെയ്യം വെറും ഒരു കലാരൂപം മാത്രം, ഒരുപാട് ആചാരങ്ങളും അതേപോലെ അനുഷ്ഠാനങ്ങളും ഉണ്ട്. പിന്നെ വിഷ്ണുമൂർത്തിന്റെ പുറപ്പാടാണ് ഉണ്ടായത്. ഇവിടെ ഞാൻ കണ്ട പ്രത്യേകത പറഞ്ഞാൽ എല്ലാവരും തെയ്യം ആസ്വദിക്കുവാണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പച്ചപ്പാളയാണ് കേട്ടോ ഇത്. വെറും ഒരു പച്ചപ്പാളന ഇത്രയും ഭംഗിയായി തീർത്തിരിക്കുന്നു. ഇതെല്ലാം പാലായി സ്കൂളിലെ പിള്ളേരാണ് കേട്ടോ. ഇവരെല്ലാം ശരിക്കും ഭാഗ്യവന്മാരാണ്. ഇവർക്കെല്ലാം കുട്ടിക്കാലം ഓർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടാവും. ഞാനിവിടെ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഇതെല്ലാം നഷ്ടമാവും. ഈ തറവാട്ടിന്റെ അല്ല, ഈ ഗ്രാമത്തിന്റെ ഉത്സവമായിട്ട് എനിക്ക് തോന്നിയത്. തള്ളുന്നു. ഇനിയുള്ളത് കമ്മാടത്തമ്മേന്റെ പുറപ്പാടാണ്. ദണ്ഡ്യം കാനത്തോ തോന്നി. തെയ്യത്തിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ സജേഷ് മണിനെ കണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞത്. അന്ന് എനിക്ക് ആളെ കാണാനും പരിചയപ്പെടാനും പറ്റിയില്ല. ഏകദേശം വൈകുന്നേരം ആവുന്ന സമയത്ത് ഗുളികൻ തെയ്യത്തിന്റെ പുറപ്പാടാണ്. ഈ കുറി കൊടുക്കുന്നതാണ് ഗുളികൻ തെയ്യം. ആൾക്കാരെല്ലാം വീട്ടിലേക്ക് പോയി തുടങ്ങി. ഞാൻ വേറെ ലോകത്ത് പോയ പോലെ അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. കാണുന്നവരെല്ലാം എന്നോട് ചിരിക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചും ഞാൻ അതേപോലെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ ഈ നാടിന്റെ ഭാഗമായി. പാലത്തിലൂടെ എല്ലാവരും തിരിച്ച് നടക്കുവാണ്. അങ്ങനെ തെയ്യെല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോവാണ്. ഒരു പക്ഷേ ഇനി 3 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ തെയ്യം ഉണ്ടാവും. ജീവിതത്തിൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട് ഇവിടെ. എന്നെ യാത്രാക്കിട്ടിൽ പോക്കാന്നിട്ട് അമ്മമ്മേൻ്റെത്. ഈ പാലായി ഗ്രാമം എന്നും എന്റെ മനസ്സിലുണ്ടാവും. ഇതേപോലത്തെ വീഡിയോസിനായിട്ട് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോട്ടാ.